കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ നമുക്ക് ഒരുമിച്ചൊരു വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ തിരുവചനം. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. പ്രിയമുള്ളവരെ, ഇവിടെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ചോദിക്കണം, ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. പ്രിയമുള്ളവരെ, കർത്താവിനോട് നമുക്ക് എന്തും ചോദിക്കാം. കർത്താവിനോട് ചോദിക്കാനുള്ള അവകാശം കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. കർത്താവിനോട് നമുക്ക് ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് തരുന്ന കർത്താവാണ്. യേശു കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ലേഖനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: താൻ എല്ലാവർക്കും നൽകുന്നവനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് സമ്പന്നനാണ്. കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ അവൻ്റെ കയ്യിലുണ്ട് എന്ന് മാത്രമല്ല, കൊടുക്കാനുള്ള മനസ്സുമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ പറയാം, ഇന്ന് നിങ്ങളുടെ ആവശ്യമുണ്ടല്ലോ, ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾ മനുഷ്യനോട് ചോദിക്കണ്ട, നിങ്ങൾ മനുഷ്യന് മുമ്പിൽ കൈ നീട്ടണ്ട, നിങ്ങൾ ആരെയും ഒരു മനുഷ്യനെയും നിങ്ങൾ ആശ്രയിക്കണ്ട. പകരം നിങ്ങൾക്കിന്ന് യേശുവിൽ ആശ്രയിക്കാം. നിങ്ങൾക്ക് യേശുവിനോട് ചോദിക്കാം. കർത്താവ് പറഞ്ഞു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. കർത്താവാണ് പറഞ്ഞത്, കർത്താവോട് ചോദിച്ചാൽ കർത്താവ് തരാം എന്ന് പറഞ്ഞത്. കർത്താവ് വാക്ക് പറഞ്ഞാൽ മാറാത്ത കർത്താവാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ഞാൻ നിങ്ങൾ പറയട്ടെ, നിങ്ങൾ യേശു കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നവരാണെങ്കിൽ, നിങ്ങൾ യേശു കർത്താവോട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ തുറക്കാത്ത വാതിലുകളെ കർത്താവ് തുറക്കും, നിങ്ങൾക്ക് തുറന്നു കിട്ടും. നിങ്ങളതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. നിങ്ങൾ ഇന്ന് ആ ഭാരപ്പെടുന്ന വിഷയം കർത്താവ് അത് നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറന്ന് നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് കർത്താവിനോട് ചോദിച്ചാൽ മതി, കർത്താവിനോട് പറഞ്ഞാൽ മതി: കർത്താവേ, എനിക്കിന്നെ ആവശ്യമുണ്ട്, എൻ്റെ ആവശ്യം കർത്താവ് നടത്തി തരണം എന്ന് കർത്താവിനോട് പറയുമ്പോൾ നിങ്ങളതിന് മുട്ടുകുത്തണ്ട, നിങ്ങൾ കൈകൂപ്പണ്ട, നിങ്ങളതിനുവേണ്ടി ഉപവസിക്കേണ്ട. നിങ്ങൾ കർത്താവിനോട് ഹൃദയത്തിൽ നിന്ന്, കർത്താവേ, എനിക്കിത് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെ അറിയുന്ന കർത്താവ്, നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മുമ്പേ അറിയാവുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനോട് ചോദിച്ചാൽ കർത്താവ് നിങ്ങൾക്ക് ധാരാളമായി തരാമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. ഒന്നിനും കുറവില്ലാതെ കർത്താവ് നിങ്ങൾക്ക് തരും. അതിനൊരു നല്ല മനസ്സുള്ള ഒരു നല്ല ദൈവം നമുക്കുണ്ട്. ഇന്ന് പകൽ നമുക്ക് ആ യേശുവിനോട് ചോദിക്കാം, യേശുവിനോട് ചോദിച്ച് നമുക്ക് പ്രാപിക്കാം, നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം, നമുക്ക് മുട്ടാം, കർത്താവിൻ്റെ അടുക്കൽ മുട്ടാം. കർത്താവ് നമുക്ക് വേണ്ടി തുറക്കാൻ റെഡിയാണ്. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പുതിയ വാതിൽ തുറക്കും. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴി തുറക്കും. ഇന്ന് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളുടെ ദിവസമാണ്, നന്മ അനുഭവിക്കുന്ന ദിവസമാണ്, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് യേശുവിനോട് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദിവസമാണ്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങൾ കർത്താവെ അങ്ങയോട് ചോദിക്കുന്നവരായി തീരാൻ, അവിടുത്തെ സന്നിധിയിൽ ചോദിച്ച് മേടിക്കുന്നവരായി തീരാൻ, പ്രാപിക്കുന്നവരായി തീരാൻ കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ ചോദിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് തരണം. എല്ലാ നന്മകളും കൊണ്ട് കർത്താവ് ഇന്ന് നടക്കണം. ഞങ്ങളിന്ന് ജയകരമായി ജീവിക്കാൻ കർത്താവ് സഹായിക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്നും കർത്താവിനോട് ചോദിക്കാം, ജയകരമായി ജീവിക്കാം. കർത്താവ് അത്ഭുതമാക്കട്ടെ.